മാത്രമല്ല ഇനി ഒരു നിമിഷം പോലും ഈ ദേവസ്വം ബോർഡ് തുടരാൻ യോഗ്യതയില്ല, അർഹതയില്ല. ഒരു മിനിറ്റ് വൈകാതെ ദേവസ്വം ബോർഡിനെ പുറത്താക്കാൻ തയ്യാറാണ്. ഹൈക്കോടതിയുടെ വിധി വളരെ വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിവുണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. SITയോട് ഹൈക്കോടതിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ കേരള സർക്കാരിൽ വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് വളരെ ഗൌരവതരമായിട്ടുള്ള കാര്യമാണ്. ഒരു മിനിറ്റ് പോലും ദേവസ്വം ബോർഡിനെ ആ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിക്ക് ഇനി ഒരു മിനിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ അധികാരമുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള യഥാർത്ഥമായിട്ട് ഈ ദേവസ്വം കൊള്ളക്കെല്ലാം കൂട്ടുനിൽക്കുന്ന സർക്കാരാണ്. സർക്കാർ സ്പോൺസേഡ് കൊള്ളയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഭംഗന്തയിലാണ് വരുത്തുന്നതാണ് ഈ ഉത്തരവ്. തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ ഹൈക്കോടതി ഉത്തരവിനെ വളരെ സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസികളുടെ മനസ്സിനകത്ത് വളരെയേറെ കുളിർമ നൽകുന്ന ഒരു തീരുമാനമാണ് ഹൈക്കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇനി ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായി വരണമെങ്കിൽ ദേവസ്വം ബോർഡ് അടിയന്തരമായും അവിടുന്ന് പുറത്താകണം. സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാണ്. അവരുടെ ഭാഗത്ത് നടപടി ഉണ്ടാകണം.